കോഴിക്കോട് ജില്ലയിലെ ടൂറിസം വികസനത്തിന് ഒരു നാഴികക്കല്ലാവുന്ന തോണിക്കടവ് ടൂറിസം പദ്ധതി 2 ഘട്ടങ്ങളിലായി 3.9 കോടി രൂപ ചിലവഴിച്ചാണ് പ്രവൃത്തി പൂർത്തീകരിച്ചത്. പദ്ധതിയുടെ ആദ്യഘട്ടമാണ് പൂർത്തിയായത്. രണ്ടാം ഘട്ട പ്രവർത്തനത്തിന് 1,25 ലക്ഷമാണ് അനുവദിച്ചത്. സംസ്ഥാന വിനോദ വകുപ്പിന്റേതാണ് ഫണ്ട്. ഇറിഗേഷൻ വകുപ്പും ടൂറിസം വകുപ്പും ഒന്നുചേർന്നാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. 2021 ഫെബ്രുവരി 9 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈൻ വഴി ഉദ്ഘാടനം ചെയ്ത ഈ ടൂറിസ്റ്റ് കേന്ദ്രം പെരുവണ്ണാമൂഴി കക്കയം റിസർവോയറിന്റെ തീരത്താണ് ഉള്ളത്. ഇവിടെ നിന്നും ഏതാണ്ട് 1 കിലോമീറ്റർ അകലെയാണ് മലബാറിന്റെ ഊട്ടി എന്ന് വിളിക്കുന്ന കരിയാത്തുംപാറ സ്ഥിതി ചെയ്യുന്നത്. ആംഫി തിയേറ്റർ, കഫ്റ്റീരിയ, ശുചിമുറികൾ, സെക്യൂരിറ്റി കൗണ്ടർ, വാച്ച് ടവർ, കൈവരികൾ, പാത്വേ തിയേറ്റർ, ഗ്രീൻ റൂം, കിണർ എന്നീ സംവിധാനങ്ങളാണ് ഒന്നാം ഘട്ടത്തിൽ ഒരുക്കിയിരിക്കുന്നത്. ലാൻഡ്സ്കേപ്പിംഗ്, ഇലക്ട്രിക്കൽ പ്രവൃത്തികളാണ് പൂർത്തീകരിക്കാനുള്ളത്. അടുത്ത ഘട്ടമായി തോണിക്കടവ് ടൂറിസം പദ്ധതി പ്രദേശത്ത് നിന്നും തൊട്ടടുത്ത തുരുത്തായ ഹാർട്ട് ഐലൻഡിലേക്ക് ആകർഷണീയമായ തൂക്കുപാലം നിർമ്മിക്കും. 15 ഏക്കറോളം വ്യാപിച്ചു കിടക്കുന്ന ഇവിടെ ഔഷധത്തോട്ടവും ഫലവൃക്ഷങ്ങൾ വളർത്തുകയും വിശ്രമ സ്ഥലങ്ങൾ നിർമ്മിക്കുകയും ചെയ്യും. കോഴിക്കോട് നഗരത്തിൽ നിന്നും 45 കിലോമീറ്റർ അകലെ കൂരാച്ചുണ്ട് പഞ്ചായത്തിലാണ് തോണിക്കടവ് ടൂറിസ്റ്റ് കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. 2 ദിവസത്തെ വിനോദയാത്രയ്ക്ക് ഏറ്റവും അനുയോജ്യമായ സ്ഥലങ്ങളാണ് തോണിക്കടവും കരിയാത്തുംപാറയും. സിനിമ, സീരിയൽ, ആൽബം എന്നിവയുടെ ഷൂട്ടിംഗ് കേന്ദ്രം കൂടിയാണ് തോണിക്കടവ്. കഫ്റ്റീരിയ, ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് LED ലൈറ്റ് പൂന്തോട്ടം നിർമ്മിച്ച് ആകർഷണീയമാക്കും. മനം കുളിർക്കുന്ന പ്രകൃതിദത്ത സൗന്ദര്യം നുകരാൻ നിത്യേന 100 കണക്കിന് സഞ്ചാരികളാണ് ഇവിടെ എത്തുന്നത്. തോണിക്കടവ് മുതൽ കരിയാത്തുംപാറ, പെരുവണ്ണാമൂഴി എന്നീ സ്ഥലങ്ങളിലേക്ക് സ്പീഡ് ബോട്ട് സർവീസ് ആരംഭിക്കുന്നതിനുള്ള നടപടികൾക്കും തുടക്കമായി.
എക്കോ ടൂറിസം മേഖലയായി പ്രഖ്യാപിച്ച ഇവിടെ വിനോദസഞ്ചാരത്തിലെത്തുന്നവർ പ്ലാസ്റ്റിക് വസ്തുക്കൾ ഉപേക്ഷിച്ചു പോകുന്നത് പതിവായിരിക്കുകയാണ്. ഇത് ഈ മേഖലയിൽ പ്രകൃതിയുടെ സ്വാഭാവികതയ്ക്ക് തടസ്സമാവുന്നുണ്ട്.